ഓസ്ട്രേലിയയിലെ പെർത്തിലും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ നടന്നു. ചിന്നു ജെറാൾഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 77ാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷം കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പെർത്തിലെ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ശ്രീമതി കജരി ബിശ്വാസ് ദേശീയ പതാക ഉയർത്തുകയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ചടങ്ങിൽ വായിക്കുകയും ചെയ്തു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, ഐക്യം, ഭരണഘടനാപരമായ മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ മുൻ സൈനികരും കൗൺസിൽ ജനറലിനൊപ്പം ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ കന്നഡശാലയിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടി. കലാകാരന്മാർ അവതരിപ്പിച്ച വന്ദേ മാതരം എന്ന ദേശീയ ഗാനത്തിന്റെ ആലാപനവും ഉപകരണ സംഗീതവും ദേശഭക്തി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചു. ദേശീയ ഗീതത്തെക്കുറിച്ചുള്ള സ്വയം രചിച്ച കവിത പരിപാടിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി. പെർത്തിലെ ഇന്ത്യൻ കൗൺസിലേറ്റിലെ കൗൺസിലും ഹെഡ് ഓഫ് ചാൻസലറുമായ ശ്രീ നരേഷ് കുമാർ നന്ദി പ്രസംഗം നടത്തി. നിരവധി സാമൂഹിക പ്രവർത്തകരും സുഹൃത്തുക്കളും ഈ ആഘോഷങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഐക്യത്തെയും ഓർമ്മിപ്പിക്കുന്നതിനായിരുന്നു പെർത്തിലെ ഈ റിപ്പബ്ലിക് ദിനാഘോഷം. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാൾഡ്.